കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു ചോദിച്ചു, ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് നിയമജ്ഞർ പറയുന്നത് എങ്ങനെ? പരിശുദ്ധാത്മാവാൻ പ്രചോദിതനായി ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക. ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ അവൻ്റെ പുത്രനാകുന്നത്? ജനക്കൂട്ടം സന്തോഷപൂർവ്വം അവൻ്റെ വാക്കുകൾ ശ്രവിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശുദ്ധിത്രയും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങളാണ്. യഹൂദരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു അജ്ഞതയാണ് രക്ഷകൻ യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ളത്. പലപ്പോഴും അവർ രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ രക്ഷകൻ ആരാണ് എന്ന് തിരിച്ചറിയുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അവർ ദാവീദിന്റെ പുത്രനാണ് രക്ഷകൻ എന്ന് വിശ്വസിച്ചിരുന്നു. ദാവീദിന്റെ വംശത്തിലായിരിക്കും രക്ഷകൻ പിറക്കാൻ പോകുന്നത് എന്ന ഒരു ചിന്ത അവരുടെ ഇടയിലുണ്ടായിരുന്നു. സാധാരണ യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഓരോ ചോദ്യങ്ങളും നിയമജ്ഞരും ഫരിസേയരുമെല്ലാം കടന്നു വന്ന് ചോദിക്കുക. എന്നാൽ യേശു തന്നെ ഇന്ന് മറ്റൊരു ചോദ്യം അവരോട് ചോദിക്കുന്നതായിട്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുക. ഇതിന് തൊട്ട് മുമ്പുള്ള ഭാഗത്ത് ഒരു നിയമജ്ഞൻ തന്നെ കടന്നു വന്ന് ഏത് കൽപ്പനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് യേശുവിനോട് ചോദിക്കുന്നുണ്ട്. നല്ലൊരു ചോദ്യമായിരുന്നു യേശുവിനോട് അവൻ ചോദിക്കുക. അവിടെ യേശുവിനെ കൊടുക്കാനുള്ള ആഗ്രഹത്തിൽ നിന്നല്ല, മറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുള്ള ആഗ്രഹത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് നമുക്കതിനെ കാണുവാൻ സാധിക്കുക. ഇവിടെ യേശു തന്നെ അവരോട് മറ്റൊരു ചോദ്യം ചോദിക്കുന്നു. ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് നിയമജ്ഞർ പറയുന്നത് എങ്ങനെ? അത് രക്ഷകൻ ആരാണ് എന്നുള്ള അവരുടെ അജ്ഞതയെ സൂചിപ്പിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. കാരണം നിങ്ങൾ പറയുന്നു ക്രിസ്തു ദാവീദിന്റെ പുത്രനാണ്, പക്ഷേ അവൻ എങ്ങനെയാണ് ക്രിസ്തു ദാവീദിന്റെ പുത്രനായിട്ട് മാറുന്നത്? കാരണം ദാവീദ് തന്നെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ദാവീദിന്റെ പുത്രനാണ് ക്രിസ്തു എങ്കിൽ പിന്നെ എങ്ങനെയാണ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത്? വളരെ ചിന്തിക്കുവാനുള്ള ഒരു ചോദ്യമാണ് യേശു അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ദാവീദിന്റെ പുത്രനാണ് വരാനിരിക്കുന്ന രക്ഷകനെങ്കിൽ ദാവീദ് എങ്ങനെയാണ് അവനെ കർത്താവ് എന്ന് വിളിക്കുക? അപ്പോൾ അതിനേക്കാൾ ഉപരിയായ എന്തോ ഒന്നാണ് എന്ന് ദാവീദ് തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത്. ദാവീദ് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി അവൻ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞു, അതുകൊണ്ടാണ് അവനെ കർത്താവ് എന്ന് വിളിച്ചത് എന്ന് യേശു ഒരു സൂചന കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, രക്ഷകനെക്കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ അവർ പഠിപ്പിക്കുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ രക്ഷകൻ ആരാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. എങ്കിൽ അവിടെ ഉയരുന്ന മറ്റൊരു ചോദ്യം, നമ്മളെല്ലാവരും ക്രിസ്തുവിനെ അറിഞ്ഞവരാണ്, ക്രിസ്തുവിനെ അനുഭവിക്കുന്നവരാണ് എന്ന് പറയുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്തു ആരാണെന്ന് ഇപ്പോഴും എനിക്ക് ശരിക്കും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? യഹൂദരെ സംബന്ധിച്ച് ഒത്തിരിയേറെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്കങ്ങനെയല്ല. ഒത്തിരിയേറെ കാര്യങ്ങൾ അവരെക്കാൾ കൂടുതലായിട്ട് ലഭിച്ചിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും മറ്റു വിശുദ്ധരുടെ അനുഭവങ്ങളിലൂടെയും രക്ഷകൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ തിരിച്ചറിവ് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. യേശു യഥാർത്ഥത്തിൽ എനിക്ക് ആരാണ്? ഞാൻ യേശുവിനെ എപ്രകാരമാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവനെ രക്ഷകനായിട്ട് തന്നെ അനുഭവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. യഹൂദരുടെ ഇടയിൽ യേശു രക്ഷകനാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒത്തിരിയേറെ ആളുകളുണ്ടായിരുന്നു. അതേസമയം അവൻ രക്ഷകനാണെന്ന് അംഗീകരിക്കുവാൻ പറ്റാതെ അവനെതിരെ പ്രവർത്തിച്ച ഒത്തിരിയേറെ ആളുകളുണ്ട്.
രക്ഷകനായ യേശു ദാവീദിന്റെ പുത്രനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ദാവീദിന്റെ പുത്രനായ യേശുവെ ഞങ്ങളിൽ കനിയണമേ എന്ന് വിളിച്ചു കരയുന്ന അന്ധരെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവരെല്ലാം ക്രിസ്തുവിനെ ചെറിയ തോതിൽ മനസ്സിലാക്കിയവരാണ്. ക്രിസ്തുവിന് ഇന്ന കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ജെറിക്കോയിലെ ആ അന്ധൻ പോലും മറ്റുള്ളവരെല്ലാം അവനോട് നിശബ്ദനായിരിക്കുക എന്ന് പറഞ്ഞിട്ടും അതൊന്നും വകവയ്ക്കാതെ ദാവീദിന്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ എന്ന് ഉറക്കെ നിലവിളിച്ചത്. അവർക്കെല്ലാം യേശുവിന് ഇന്ന കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും എന്ന ബോധ്യമുണ്ടായിരുന്നു. ഒരു അന്ധനായ വ്യക്തി അതുപോലെ വിശ്വസിക്കണമെങ്കിൽ തീർച്ചയായും അത് മറ്റുള്ളവർ പറഞ്ഞു കേട്ടറിഞ്ഞത് കൊണ്ടാണ്. മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നും ആ പോകുന്നവൻ രക്ഷകനാണ് എന്ന ഒരു തിരിച്ചറിവ് അവൻ്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാണ് മറ്റുള്ളവരെല്ലാം അവനോട് നിശബ്ദനായിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതുപോലും വകവയ്ക്കാതെ അവൻ അതുപോലെ കരഞ്ഞ് വിളിച്ചപേക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ രീതിയിൽ കർത്താവിനെ കൂടുതലായിട്ട് അറിഞ്ഞിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. നമ്മൾ വായിച്ചും മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നുമെല്ലാം യേശു ആരാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ്. യേശു രക്ഷകനാണ് എന്ന ഒരു വിശ്വാസമാണ് നമ്മളെ ഓരോരുത്തരെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ടും ആ രക്ഷകനെ അതിൻ്റെ പൂർണ്ണതയെ തിരിച്ചറിയുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ആ രക്ഷകനെ തിരിച്ചറിയുന്നതിന് തടസ്സമായി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമുണ്ടോ? ആ രക്ഷകൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവനെ അംഗീകരിക്കുവാനും അവൻ എന്നെ രക്ഷിക്കുവാനാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാനും എനിക്ക് കഴിയുന്നുണ്ട്. ആ രക്ഷകന് സാക്ഷ്യം വഹിക്കുന്ന ഒരു ജീവിതമാണോ ഞാൻ നയിക്കുന്നത്? പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദീപബലിയിൽ ഈ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. യേശു യഥാർത്ഥത്തിൽ രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയൊരു സാക്ഷ്യമാക്കി മാറ്റുവാൻ കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യഥാർത്ഥമായ ഒരു തിരിച്ചറിവാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുക. ആ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് തന്നെ നയിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യബലി തുടരാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.